ഏറെ നാളത്തെ അനിശ്ചിതത്തിനൊടുവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ പുതിയ ആണവ കേന്ദ്രം നിർമ്മിക്കാനുള്ള ഇറാൻ പദ്ധതി തടയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഒഴിച്ചു നിർത്തിയുള്ള ഇറാൻ ചർച്ച വിജയിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറയുന്നു. ഇസ്താംബൂളിൽ നിന്ന് വേദി മാറ്റണമെന്ന ഇറാന്റെ ആവശ്യം ഒടുവിൽ അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് ഒമാനിലെ മസ്കറ്റിൽ വെള്ളിയാഴ്ച ഇറാൻ അമേരിക്ക ആണവ ചർച്ച നടക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗൾഫ് ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നയതന്ത്ര നീക്കമാണ് ഭിന്നത പരിഹരിക്കാൻ വഴിയൊരുക്കുന്നത്. ഇറാന് പറയാനുള്ളത് കേൾക്കണമെന്നും ചർച്ച റദ്ദാക്കരുത് എന്നും ആവശ്യപ്പെട്ട് മേഖലയിലെ 9 അറബ് മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയെ സമീപിച്ചിരുന്നു. ഇവരുടെ അഭ്യർത്ഥന മുൻനിർത്തിയാണ് അമേരിക്ക വഴങ്ങിയതെന്നാണ് അമേരിക്കൻ മാധ്യമമായ ആക്സിയസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗൾഫ് മേഖലയിൽ വൻ സൈനിക സന്നാഹങ്ങൾ തുടരുന്നതിന്റെ ഇടയിലാണ് മസ്കത്തിൽ ഇറാൻ അമേരിക്ക നിർണായക ചർച്ച നടക്കുന്നത്. പുതിയതായി മറ്റൊരു ആണവ കേന്ദ്രം കൂടി തുറക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും വേണ്ടിവന്നാൽ അവിടെയും പോർവിമാനങ്ങൾ അയച്ച് ബോംബ് വർഷിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നേരത്തെ അമേരിക്ക തകർത്ത ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും എത്തിച്ചേരാനുള്ള ഇറാന്റെ ശ്രമം ഇനിയും വിജയിച്ചിട്ടില്ലെന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടി ഉൾപ്പെടുത്താതെ ഇറാനുമായുള്ള ഈ ചർച്ച ഫലപ്രദമാകില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചു. ഇറാനെ നേരിടുന്നത് സംബന്ധിച്ച് പല മാർഗങ്ങളും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് ഇറാനുള്ള മുന്നറിയിപ്പ് പോലെ US സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത്. പ്രതിരോധത്തിനും അപ്പുറം ശക്തമായ പ്രത്യാക്രമണ ശേഷി കൂടി കൈവരിക്കാൻ കഴിഞ്ഞ ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ ശത്രുവിന് എളുപ്പം ആകില്ലെന്ന് ഇറാൻ സൈനിക മേധാവി പറയുന്നു. കഴിഞ്ഞ ദിവസം ടെല്ലവീവിലെത്തിയ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി വിശദമായ ഒരു ചർച്ച നടത്തിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങണം എന്ന ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചയിൽ ഇറാൻ പ്രശ്നം വിഷയമായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബുധനാഴ്ച നിർണായക ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഇറാനിലെ നിലവിലെ സാഹചര്യങ്ങൾക്കൊപ്പം വ്യാപാരം, തായ്വാൻ പ്രശ്നം തുടങ്ങിയ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തിരുന്നു. ഏപ്രിലിൽ തന്റെ ബീജിംഗ് സന്ദർശിക്കാനുള്ള താൽപര്യവും ട്രംപ് ഷീ ജിൻപിങ്ങിനെ അറിയിച്ചിട്ടുണ്ട്. ഷീ ജിൻപിങ്ങുമായി തനിക്ക് ശക്തമായ ബന്ധമാണുള്ളതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ പോസിറ്റീവായ ബന്ധം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം രണ്ട് നേതാക്കളും ആ ചർച്ചയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ബീജിംഗ് സന്ദർശനത്തെക്കുറിച്ച് ചൈന ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടുമില്ല. തൈവാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിനെ വേർപെടുത്താൻ അനുവദിക്കില്ലെന്നുമുള്ള തങ്ങളുടെ പഴയ നിലപാട് ചൈന ഈ ചർച്ചയിൽ ആവർത്തിക്കുകയും ചെയ്തു. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി $32 ബില്യൺ നിൽക്കുന്ന ചൈന തന്നെയാണ് മുന്നിൽ. അതുകൊണ്ട് തന്നെ ചൈന അമേരിക്കയോട് പൂർണ്ണമായും അനുഭാവമുള്ള ഒരു നിലപാടും തൽക്കാലം സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. ട്രംപിന്റെ താരിഫ് നയങ്ങളും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ആഹ്വാനവും പല രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. അതിനിടെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടതും ആഗോള സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.